ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടോണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ വീല് തരില്ലെന്ന്. എന്തായാലും നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് തിരിയുമ്പോൾ ഇത് വീല് വായുവിലാവുന്നില്ല, നിലത്തൂടെ തന്നെയാണ് തിരിയുന്നത്. വീഡിയോ ചെയ്തതിന്റെ താഴെ വേറൊരു കമന്റ് കണ്ടു, തലയിട്ടൊന്ന് വെളിയിലോട്ട് നോക്കിയാൽ പോരെ, ഇങ്ങനെ ഇട്ട് തിരിക്കണമെന്ന്. പിന്നെ പലരും പറയാറുണ്ട് വണ്ടി മുമ്പോട്ടൊന്നും എടുത്തോണ്ട് അറിയത്തില്ല വണ്ടി നേരെയാക്കാൻ. നമ്മൾ എപ്പോഴാണ് ഇത് സ്ട്രെയിറ്റ് ആണോ വീല് നേരെയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓടിച്ചോണ്ടിരിക്കുമ്പോഴല്ല. എവിടെയെങ്കിലും കൊണ്ടുവന്നൊരു പൊസിഷനെ കൊണ്ട് നിർത്തിയതിനു ശേഷം സ്പേസ് ഇല്ല, അപ്പൊ അവിടെയൊക്കെയാണ് അപ്പൊ ആ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് എടുത്തോണ്ട് നമുക്ക് നേരെയാക്കാൻ പേടിയാണ്, തട്ടുമെന്നുള്ള പേടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ടയറിന്റെ പൊസിഷൻ മനസ്സിലാക്കാം. പലരും സ്റ്റിയറിംഗിൽ നോക്കിയാൽ കൃത്യമായിട്ട് പലർക്കും മനസ്സിലാകുന്നില്ല. സ്റ്റിയറിംഗിൽ നോക്കിയും വാഹനത്തിനുള്ളിലിരുന്നും എങ്ങനെ കൃത്യമായിട്ട് എങ്ങോട്ടാണ് വീൽ ഒടിഞ്ഞു കിടക്കുന്നതെന്ന്, നേരെയാണോ കിടക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പ്രത്യേകിച്ച് പിന്നെ അറിയാവുന്ന ആരും ഇത് കാണണ്ട, നിങ്ങൾക്ക് അറിയാം, വെറുതെ നിങ്ങളുടെ സമയം കളയേണ്ട കാര്യമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റയും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, 1-2 പ്രാക്ടീസിന് പോയല്ല, പ്രായം കൊണ്ടാണ് നിർത്തിക്കുക. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വിടേണ്ട, ഞാൻ പഠിച്ചാണ് എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതേണ്ട. പലരും വിളിച്ചു ചോദിക്കാനുള്ള എന്റെ ജില്ല, നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് ടയറിന്റെ പൊസിഷൻ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വിധത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഞാനത് കാണിച്ചു തരാം. നിങ്ങളുടെ കൈ കണ്ടില്ലേ, നിങ്ങളുടെ കൈ ഈ സ്റ്റിയറിംഗിന്റെ മുകളിലേക്ക് വയ്ക്കുക. അത് ഈ മുകളിലേക്ക് വെച്ചാൽ നമ്മൾ കൈയുടെ ഈ വിരലിനോടല്ല, ഈ കൈയുടെ ഉള്ളം കൈയിലിരിക്കണം. ഈ ഉള്ളം കൈ സ്റ്റിയറിംഗിന്റെ ഇവിടെ ഇരിക്കുക. അതുണ്ടല്ലേ, കൈയുടെ വിരലുകളെല്ലാം അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇത് കണ്ടില്ല, കൈ നിറങ്ങാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ലോക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഇങ്ങേയറ്റം ലോക്കായി, അതായത് റൈറ്റ് സൈഡ് ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിയറിംഗിൽ ലോക്ക് ആക്കണം, ഏതെ ലെഫ്റ്റ് സൈഡ് ലോക്ക് ആക്കുന്നതിന് വരെ എത്ര അളവ് കിട്ടുമെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. കാരണം ഇത് പറയാനുള്ള കാരണം ഓരോ വണ്ടിക്ക് ഓരോ അളവുകളാണ്. നമ്മുടെ ചോദ്യത്തിന് തന്നെ ആൻസർ ഉണ്ട്. പലരും പറയാറുണ്ട് ഒടിവുള്ള വാഹനവും ഒടിവ് കുറവുള്ള വാഹനവും. അപ്പൊ ഒടിവ് കൂടുതലുള്ള വാഹനത്തിന് എന്തായാലും അളവ് കൂടുതലായിരിക്കും, ഒടിവ് കുറവുള്ള വാഹനത്തിന് അളവ് കുറവായിരിക്കും. പിന്നെ ഒരിക്കലും 2 തിരി എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിയും 2 തിരിച്ചാൽ നേരെയാകണമെന്നില്ല. അപ്പൊ അത് തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. 1.5 തിരി 2 തിരി ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാറുണ്ട് നേരെയാകുന്നൊക്കെ. പക്ഷെ എല്ലാ വണ്ടിക്കും അങ്ങനെ 1.5 തിരിച്ചാലോ 2 തിരിച്ചാലോ നേരെയാവണമെന്നില്ല. അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ആക്കി വെച്ചാൽ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈ സ്റ്റിയറിംഗ് നിരങ്ങാതെ ഇതുണ്ടല്ലേ, ഞാൻ ഇവിടുന്ന് തുടങ്ങിയത് 1, 2, 3, ഇത് കണ്ടല്ലേ. ഇപ്പൊ ഈ വണ്ടിക്ക് എത്ര ഉണ്ട്? 3.5 ഉണ്ട്. കണ്ട, 3.5 ഉണ്ട്, 3 ഉള്ളതുണ്ട്, 3.5 ഉള്ളതുണ്ട്, 4 ഉള്ളതുണ്ട്. ഇപ്പൊ നമ്മുടെ വാഹനത്തിന്റെ അളവ് എത്രയാ? 3.5 ഈ 3.5യുടെ പകുതി എന്ന് പറയുമ്പോ എത്ര വരും? 1.25 വരും. ഈ 1.25 തിരിച്ചാൽ ഈ വണ്ടി നേരെയാകും. അതിന് ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം. എന്റെ കൈ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ വരുമ്പോ 1 എണ്ണുന്നു, 1, 2. 2 തിരിച്ചാൽ നമുക്ക് ഒരു സൈഡോട്ട് തിരിഞ്ഞു പോയി, നമുക്കിപ്പോ 1.25 മതി. അപ്പൊ അതിനെന്ത് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്നാൽ മതി. കണ്ടില്ലേ, കണ്ട, ഇവിടെ തിരിച്ചപ്പോഴത്തേനും വണ്ടിയുടെ വീല് സ്ട്രെയിറ്റ് ആയി. കാരണം നിങ്ങൾ നോക്കിയേ, കണ്ടില്ലേ. അപ്പൊ ഞാൻ 1.25 തിരിച്ചതേ ഉള്ളൂ, വണ്ടിയുടെ വീല് സ്ട്രെയിറ്റ് ആയി. അപ്പൊ നമുക്ക് ഈ ഒരു രീതി, ഇപ്പൊ ഇതേ അളവ് വേണമെന്നില്ല വേറൊരു വാഹനത്തിന്.
അപ്പൊ നിങ്ങൾ നോക്കിയത് ഇത് കണ്ടില്ലേ, ഞാൻ ഈ 1:45 തിരിച്ചുമ്പോൾ വീല് നേരെയാ, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കി, ഈ ഒരു സാധനം എങ്ങോട്ടാ ഇരിക്കുന്നത് നോക്കി, ഇത് നേരെയല്ല ഒരിക്കലും. കണ്ടില്ലേ, ഇത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തും തുടങ്ങിയോണ്ടാണ് ഈ ഒരു ഭാഗത്തോട്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാ തുടങ്ങുന്ന ഈ ഒരു സംഭവം എന്ത് ചെയ്യും, ഇവിടെ വരും. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും പറഞ്ഞതിന്റെ സാരം, നിങ്ങൾ ഒരു കാരണവശാലും ഇത് സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. കാരണം ഇത് 3 പ്രാവശ്യം വരെ താഴെ വരും. നോക്കിക്കോണം, കണ്ടില്ലേ, ഒന്ന് താഴെ വന്നു, നേരെയാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. ഇത് പക്ഷെ നേരെ താഴെ വന്നു, വീണ്ടും ഒന്നുകൂടെ വന്നു, നേരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വീണ്ടും ഒന്നുകൂടെ വന്നു, കണ്ടോ, നേരെ താഴെയാണ് ഇത്, പക്ഷെ നേരെയാണോ? അല്ല. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഇത് നേരെ താഴെ വരുമ്പോൾ സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്യുക. അപ്പൊ പലർക്കും തോന്നും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിർത്തിക്കൊണ്ട് ഇതെണ്ണ ടയർ തേയില്ല. പലരും വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടോണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ വീല് തേയില്ലെന്ന്. എന്തായാലും നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായുവിലൂടെ നമ്മൾ സ്റ്റിയറിംഗ് തിരിയുമ്പോൾ ഇത് വീല് വായുവിലാവുന്നില്ല, എന്ത് ചെയ്യുന്നുണ്ട്, നിലത്തൂടെ തന്നെയാണ് തിരിയുന്നത്. എന്ന് പറഞ്ഞ പോലെ അന്നത്തെ വീഡിയോ ചെയ്തതിന്റെ താഴെ വേറൊരു കമന്റ് കണ്ടു, തലയിട്ടൊന്ന് വെളിയിലോട്ട് നോക്കിയാൽ പോരെ, ഇങ്ങനെ ഇട്ട് തിരിക്കണമെന്ന്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്റ്റിയറിംഗിലൂടെ പിടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല, അവന്റെ തല കണ്ട് ഇങ്ങനെ വെളിയിലോട്ട് പേടിയാണ്. അവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്നുള്ള പേടിയാണ്. ഈ സമയത്ത് വണ്ടി എങ്ങോട്ടെങ്കിലും പോകുന്നുള്ള പേടി കാരണം അവരുടെ തല എന്ത് ചെയ്തില്ല, ഈ സീറ്റിൽ ചാരി ഇരിക്കുമ്പോഴും സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ടും എന്ത് ചെയ്തില്ല, അവരുടെ തല വെളിയിലോട്ട് പോകത്തില്ല. എന്നാൽ അറിയാവുന്ന എക്സ്പീരിയൻസ് ഒരാൾ എന്ത് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇരുന്ന് ഓടിക്കാൻ നമുക്ക് വേണമെങ്കിൽ, കണ്ടിട്ടില്ല ജീപ്പൊക്കെ ഇരുന്ന് ഓടിക്കുന്നത്, ബാലൻസ് പോയ ഒരാൾ വണ്ടി കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കയ്യും കാലും ഇവിടുന്ന് എത്തിയാൽ മതി. നമ്മൾ ഇരിക്കുന്ന പൊസിഷനല്ല അവിടെ കാര്യം. കയ്യും കാലും കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാഹനം ഓടിക്കാം. പിന്നെ പലരും പറയാറുണ്ട് ഇങ്ങനെ തിരിക്കേണ്ട കാര്യമുണ്ടോ, വണ്ടി മുമ്പോട്ടൊന്നും എടുത്തോണ്ട് അറിയത്തില്ല വണ്ടി നേരെയാക്കാനെന്ന്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴാണ് ഇത് സ്ട്രെയിറ്റ് ആണോ വീല് നേരെയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓടിച്ചോണ്ടിരിക്കുമ്പോഴല്ല. എവിടെയെങ്കിലും കൊണ്ടുവന്നൊരു പൊസിഷനെ കൊണ്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ഒന്ന് മുൻപോട്ട് അണക്കാൻ സ്പേസ് ഇല്ല. അപ്പൊ അവിടെയൊക്കെ അപ്പൊ ആ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് എടുത്തോണ്ട് നമുക്ക് നേരെയാക്കാൻ പേടിയാണ്, തട്ടുമെന്നുള്ള പേടി. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് നേരെയാണോ അല്ലെന്നുള്ള സംശയങ്ങളും കൂടുതലുണ്ടാകുന്നത്. പറഞ്ഞതിന്റെ സാരം, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം വണ്ടി മുൻപോട്ട് എടുത്തോണ്ട് നേരെയാക്കാൻ എന്ത് ചെയ്തില്ല, അവർക്ക് പേടിയാണ്, കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ്, അപ്പൊ നിങ്ങൾ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അറിയാത്തവർക്കാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒന്ന് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു വിധത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് കണ്ടില്ലേ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എങ്ങോട്ടേലും ഫുള്ളായിട്ട് ലോക്ക് ചെയ്യുക. സ്റ്റിയറിങ് ലോക്ക് ചെയ്തതിന് ശേഷം ഇത് കണ്ടില്ലേ, ഈ സാധനം നമുക്ക് ഇംഗ്ലീഷിൽ ടി എന്ന് പറഞ്ഞതുപോലെ ഇത് നമുക്ക് മടിയിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇതുണ്ട്, ഫുള്ളി ലോക്കായി മടിയിൽ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ 1 2 ആണ്ടാ വീല് നേരെയായി. ഇപ്പൊ ഇത് നേരെ താഴെ വന്നപ്പോൾ വീല് നേരെയായി. ഈ ഒരു രീതി ചെയ്യാം. അപ്പം നിങ്ങൾ പലരും എവിടെയെങ്കിലും കിടക്കുന്നിടത്തും നിങ്ങൾ 2 തിരിക്കരുത്. ഇപ്പൊ ഇവിടെ കിടക്കുകയാണ്, എനിക്കിനി വീല് നേരെയാക്കണം, 1 2. നിങ്ങൾ ഇങ്ങനെ ആക്കരുത്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ വേണം. അപ്പം അങ്ങനെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വീല് കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആക്കി നിർത്താൻ കഴിയത്തുള്ളൂ. അല്ലാതെ 2 പ്രാവശ്യം തിരിച്ചാൽ ഈ വണ്ടിയുടെ ഇപ്പൊ 2 പ്രാവശ്യം എവിടെയെങ്കിലും കിടക്കണം, 2 തിരിച്ചാൽ എങ്ങോട്ട് പോകും, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോകും. കാരണം ഇതിന്റെ അളവെന്ന് പറഞ്ഞാൽ 3.5 ഉള്ളൂ. അപ്പൊ 3.5 പകുതി എന്ന് പറഞ്ഞാൽ 1.25 വരുന്നുള്ളൂ. അപ്പൊ കാൽ ഭാഗം ഏതെങ്കിലും ഭാഗത്തോട്ട് എന്ത് ചെയ്യും, ഓവറായിട്ട് തിരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 2 നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ കണക്കെടുക്കാതെ ഒന്ന് ആദ്യത്തെ ഞാൻ ചെയ്ത രീതിയിലോ അല്ല ഈ രണ്ടാമത് ചെയ്ത രീതിയിലോ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് വീലിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒരു വണ്ടി കൊണ്ട് നിർത്തി ലെവലായിട്ട് കൊണ്ട് വീല് ലെവലാക്കി നിർത്താനും കഴിയുന്നതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടല്ലോ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാലേ ഞാൻ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ള കമന്റായിട്ട് രേഖപ്പെടുത്താം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.